ഈ വീഡിയോയിൽ കണ്ടത് തന്നെയല്ലേ നിങ്ങളുടെ വീട്? അല്ല, ഇത് എന്റെ വീടല്ല. ഈ നിൽക്കുന്ന സ്ത്രീയുടെ വീടാ. ഈ നിൽക്കുന്ന സ്ത്രീയോ? അപ്പോ ഈ സ്ത്രീ നിന്റെ അമ്മയല്ല അല്ലേ? അല്ല. എന്തിനാ എന്നെ ചതിച്ചത്? ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഈ സ്ത്രീ എന്റെ അമ്മയല്ല. ഈ നിൽക്കുന്ന പവിത്ര വക്കീൽ എന്റെ ഡാഡിയല്ല. ഇത് ഞാൻ പറഞ്ഞതുപോലെ എന്തോ തട്ടിപ്പ് തന്നെയാ. പോലീസിനെ വിളിച്ച് എല്ലാത്തിനെയും അകത്താക്കുക വേണ്ടത്. എന്തിനാ വിവേക ഈ നാടകമൊക്കെ? നിനക്ക് എന്താ പറ്റിയ? അതെ, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം എന്റെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയ ചില കാര്യങ്ങളാണ്. നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരണം. ഇനി ആർക്കും ഒരു സമയവും തരില്ല. കലേമ പറഞ്ഞ പോലെ പോലീസിനെ വിളിക്കാ വേണ്ടത്. പോലീസിനെ വിളിക്കണ്ട. വിവേകിനെ ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ട് ഞാനായിട്ടത് ചെയ്യുന്നില്ല. തട്ടിപ്പുകാർക്ക് ഈ മുറ്റത്ത് സ്ഥാനമില്ല. എല്ലാവരെയും വിളിച്ച് വേഗം സ്ഥലം വിട്ടോണോ ഇവിടുന്ന്. മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്രത്യേകിച്ച് അനക്ക. വാ. ആ മോന് പറയാനുള്ളത് കൂടി കേൾക്കാമായിരുന്നു. ചെറിയ ചില തെറ്റിദ്ധാരണകളാണ് എല്ലാവരും കൂടി ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കുന്നത്. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ഈ വീട്ടിലെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അർഹതയുള്ള ആള് തന്നെയാ കൃഷ്ണേട്ടൻ. കലേമയെ പോലെ തന്നെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളാ കൃഷ്ണേട്ടൻ. ചേച്ചി ഇങ്ങനെ കരയില്ലേ? ചിലപ്പോ ഇതൊന്നും ആയിരിക്കില്ല സത്യം. ഒക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളായിക്കൂടെ? വെറുതെ എന്തിനാ അനക്കേച്ചിക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുക്കുന്നേ? അനക്കേച്ചിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ സത്യങ്ങൾ സത്യങ്ങളല്ലേ? അത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? എനിക്ക് ആരുടെ ഉപദേശവും ആശ്വസിപ്പിക്കലോ ഒന്നും വേണ്ട. എന്നെ എല്ലാരും ഒന്ന് തനിച്ച് വിട്ടാ മതി. ആ വീഡിയോ കണ്ട കാര്യം നീ കലയമ്മയെ അറിയിക്കണ്ടായിരുന്നു. ഉടനെ ചാടിക്കയറി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഞാൻ കലയമ്മയോട് പറഞ്ഞതായിരുന്നു. പക്ഷെ അമ്മ അത് കേട്ടില്ല. പിന്നെ എനിക്കും തോന്നി ഇങ്ങനെയുള്ളൊരു കാര്യം മറച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാ? അറ്റ്ലീസ്റ്റ് വിവേകേട്ടന് എന്താ പറയാനുള്ളതെന്നെങ്കിലും നമുക്ക് കേൾക്കായിരുന്നു. ഇത്രയും വലിയൊരു കള്ളത്തരം കാണിക്കുകയും കയ്യോടെ പിടിക്കുകയും ചെയ്തിട്ട് ഇനി അയാൾ എന്ത് പറയാൻ അഖിലേച്ചി? എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും അയാൾക്ക് പറയാനുള്ള അവസരം കോടതി പോലും കൊടുക്കും. നേരാ, അതിനുള്ളൊരു സ്പേസ് പോലും ആ പാവത്തിന് നമ്മൾ കൊടുത്തില്ല. പാവോ? ഏത് വകുപ്പില്? ഇത്രയും ഫ്രോഡ് പണി കാണിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കും എന്താ അത് മനസ്സിലാവാത്ത? മതി, ഒന്ന് നിർത്ത്. മോളെ അനക്കേ, നീ എന്തിനാ കരയുന്നേ? ആ വിവേകിനോട് പോവാൻ പറ. എന്റെ മോൾക്ക് ഏറ്റവും ചേരുന്ന ഒരു ആലോചന ഈ കലേമ കൊണ്ടുവരും. സത്യം പറഞ്ഞ മോളുടെ സങ്കടം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാ ഞാൻ വിവേകിനെ ഇപ്പൊ പോലീസിൽ ഏൽപ്പിക്കാത്തത്. 3 വിവാഹവും ഒരുമിച്ച് നടത്താവുന്ന തീരുമാനമൊന്നും ഒട്ടും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല അമൃതമോളെ. തൽക്കാലം അഖിലയുടെ മാത്രം കല്യാണം നടക്കട്ടെ.
ബാക്കി നമുക്ക് വഴിയെ നോക്കിയും കണ്ടും നടത്താലോ. അല്ല കലേമേ, അതിപ്പോ അതെ. അനക്ക പറയട്ടെ. എന്റെ ചേച്ചിമാര് കെട്ടാതെ നിൽക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെയാ കലേമേ സ്വന്തം കാര്യം നോക്കി പോകുന്നേ? അങ്ങനെ എന്റെ വിവാഹം ആദ്യം നടത്താൻ എനിക്ക് സമ്മതമല്ല. എനിക്കും ആകാശേട്ടനും ഇപ്പോ ഉടനെ കല്യാണം കഴിച്ചേ തീരുന്ന് ഒരു നിർബന്ധമില്ല. അഖിലയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മതി. അനക്കയ്ക്കൊരു നല്ല പയ്യൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം, അല്ലേ മോളെ? ഇപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് ഇതൊന്നും അല്ലല്ലോ കലേമേ. എങ്ങനെയും അനക്കയുടെ സങ്കടം തീർക്കാ വേണ്ടത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.